ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൃശ്യാവിഷ്കാരങ്ങളിൽ ഒന്നായി അണിയറയിൽ ഒരുങ്ങുന്ന നിതീഷ് തിവാരിയുടെ രാമായണ ബോക്സ് ഓഫീസ് ബിസിനസ് ലോകത്ത് പുതിയ ചരിത്രം കുറിക്കുന്നു. രൺബീർ കപൂർ, സായി പല്ലവി, കന്നഡ സൂപ്പർ താരം യാഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഇന്ത്യൻ വിതരണാവകാശം പ്രമുഖ നിർമ്മാതാവ് കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻ സ്വന്തമാക്കിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തുടക്കത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ വിതരണാവകാശത്തിനായി 500 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും ഒടുവിൽ 250 കോടി രൂപയുടെ റെക്കോർഡ് തുകയ്ക്കാണ് ധർമ്മ പ്രൊഡക്ഷൻസുമായി കരാറിലെത്തിയത്. അതേസമയം ചിത്രത്തിന്റെ വിദേശ വിതരണാവകാശം പ്രമുഖ അന്താരാഷ്ട്ര സ്റ്റുഡിയോ ആയ വാർണർ ബ്രോ പിക്ചേഴ്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിതീഷ് തിവാരിയുടെ സംവിധാനത്തിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ദൃശ്യാവിഷ്കാരങ്ങളിൽ ഒന്നായി അണിയറയിൽ ഒരുങ്ങുന്ന രാമായണ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ വമ്പൻ താരനിരയും അവർ കൈപ്പറ്റുന്ന ഞെട്ടിക്കുന്ന പ്രതിഫല വിവരങ്ങളുമാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് പ്രധാന ചർച്ചാ വിഷയം. 2 ഭാഗങ്ങളിലായി പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഈ പുരാണ ഇതിഹാസ ചിത്രത്തിൽ ശ്രീരാമനായി വേഷമിടുന്ന ബോളിവുഡ് താരം രൺബീർ കപൂറിന് 150 കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. അതായത് ഒരു ഭാഗത്തിന് 75 കോടി രൂപ വീതം. മുൻ ചിത്രമായ അനിമൽ സിനിമയ്ക്കായി താരം വാങ്ങിയിരുന്ന 35 കോടിയിൽ നിന്നും വൻ കുതിപ്പാണ് രൺബീർ കപൂർ പ്രതിഫലത്തിൽ ഇതോടെ നടത്തിയിരിക്കുന്നത്. ലങ്കേശനായ രാവണനെ അവതരിപ്പിക്കുന്ന കന്നഡ സൂപ്പർ താരം യഷിന് 2 ഭാഗങ്ങളിൽ നിന്നുമായി 100 കോടി രൂപയാണ് പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്. സീതാദേവിയായി എത്തുന്ന സായി പല്ലവിക്ക് 2 ഭാഗങ്ങൾക്കായി 12 കോടി രൂപയും ഹനുമാന്റെ വേഷത്തിലെത്തുന്ന ബോളിവുഡ് താരം സണ്ണി ഡിയോളിന് ഒരു ചിത്രത്തിന് 20 കോടി രൂപ എന്ന നിരക്കിലും പ്രതിഫലം ലഭിക്കുമ്പോൾ ശ്രീരാമന്റെ സഹോദരനായ ലക്ഷ്മണനെ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ സിനിമാ താരം രവി ദുബൈക്ക് ലഭിക്കുന്നത് 4 കോടി രൂപയാണ്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി രൺബീർ കപൂറിന്റെ രാമരൂപത്തിലുള്ള ട്രാൻസ്ഫോർമേഷനും അവസാന ഭാഗത്ത് യശ് അവതരിപ്പിക്കുന്ന രാവണന്റെ ലുക്കും ഉൾപ്പെടുത്തി അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ട ടീസർ ചിത്രം വളരെ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. എന്നിരുന്നാലും ടീസർ പുറത്തു വന്നതിന് പിന്നാലെ ചിത്രത്തിന്റെ വിഷ്വൽ എഫക്ട്സിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. 4000 കോടിയിലധികം ബഡ്ജറ്റുള്ള ഒരു സിനിമയുടെ വിഷ്വലുകൾ പോലെ ടീസറിലെ ചില ഭാഗങ്ങൾ അനുഭവപ്പെടുന്നില്ലെന്നും ചില ഷോട്ടുകൾ കണ്ടിട്ട് AI നിർമ്മിതമാണെന്ന തോന്നൽ ഉണ്ടാകുന്നുവെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ പൊതുവായ പ്രതികരണങ്ങൾ. ചില വിഷ്വലുകൾ ഗംഭീരമായിട്ടുണ്ടെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് VFX ഇനിയും ഏറെ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നു. വലിയ പ്രതീക്ഷകളോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഈ ചിത്രം ഈ വർഷം നവംബറിൽ ദീപാവലി റിലീസായി തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. വമ്പൻ വിതരണക്കാരായ ധർമ്മ പ്രൊഡക്ഷൻസും വാർണർ ബ്രോസും വിതരണത്തിനായി ഒന്നിക്കുന്നതോടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായി രാമായണം മാറുമെന്നതിൽ തർക്കമില്ല.